അപ്പം ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഡേ 4 ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് ഹൗ ടു റിസർച്ച് ദ മാർക്കറ്റ് ഫോർ യുവർ ഹോം ബിസിനസ്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെ റിസർച്ച് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അപ്പം ഞാനിതിനകത്ത് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബ്രാൻഡ്സിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ ക്ലോത്തിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹെയർ ഓയിലാണെന്ന് വെച്ചു. അതായത് ഹെയർ ഫോൾ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു ഹെയർ ഓയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നിങ്ങളുടെ ബ്രാൻഡെന്ന് വെച്ചോ. അപ്പം അതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോ ഹൂ യുവർ ഐഡിയൽ കസ്റ്റമർ ഇസ്. ആരായിരിക്കും നമ്മുടെ ഐഡിയൽ കസ്റ്റമർ? ഹെയർ ഫോൾ ഉള്ള ആളുകളായിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു 30 to 45 അല്ലെങ്കിൽ 30+ ആളുകൾ. അപ്പം ഹെയർ ഫോൾ വരുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഐഡിയൽ കസ്റ്റമർ ആരാന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഫൈൻഡ് ഔട്ട് വാട്ട് പ്രോബ്ലംസ് ദേ ഫേസ്. എന്ത് പ്രോബ്ലമാണ് അവർ ഫേസ് ചെയ്യുന്നത്? ചിലപ്പം ഹെയർ ഫോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആയിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ ഹെയർ ഓയിൽ, ഇപ്പം ഹോം മെയ്ഡ് ഹെയർ ഓയിലൊക്കെ ഒത്തിരി ട്രെൻഡിങ് ആവുന്ന ഒരു ടൈമാണിപ്പം. ആൾക്കാരത് ഭയങ്കരമായിട്ട്, ഇപ്പം നാടൻ എണ്ണയാണെങ്കിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് ചെയ്യുന്നത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഈവൻ ഫ്രം എബ്രോഡ്. അപ്പം എന്താണ് അവരുടെ പ്രോബ്ലംസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക. ചെക്ക് ഔട്ട് വാട്ട് പ്രോഡക്റ്റ് ഓർ സർവീസ് ദേ ഓൾറെഡി യൂസ്. അതായത് ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹെയറിന് കൊടുക്കുന്ന സർവീസ്, ഇപ്പം ഓരോ ഹെയർ സ്പാ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ ഹെയർ മാസ്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ഓൾറെഡി യൂസ് ചെയ്യുന്നത്? ഇനിയിപ്പം അതെന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണോ അവർക്ക് ഹെയർ ഫോൾ വരുന്നത്? അതൊക്കെ ഒന്ന് പഠിക്കുക. ലുക്ക് അറ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ് ഓൺലൈൻ. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ, നല്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഹെയർ ഓയിൽ ബ്രാൻഡ്സിനെ നിങ്ങൾ നോക്കുക. എപ്പോഴും അവരെ ഫോളോ ചെയ്യുക, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. സ്റ്റഡി ദ പ്രൈസസ് ആൻഡ് ഓഫേഴ്സ്. അവരുടെ പ്രൈസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ആൾക്കാർ അതിൽ എൻഗേജ് ചെയ്യുന്നതെന്ന് നോക്കുക. റീഡ് കസ്റ്റമർ റിവ്യൂസ് ഓൺ സിമിലർ പ്രോഡക്റ്റ്സ്. അവരുടെ പ്രോഡക്റ്റ്സിൽ കസ്റ്റമർ ആൾക്കാർ എന്തൊക്കെ റിവ്യൂസാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഐഡിയ കിട്ടും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പേജിൽ അവരുടെ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ അതിനകത്ത് നമുക്കത് ന്യൂ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ആസ്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫോർ ഓണസ്റ്റ് ഒപ്പീനിയൻസ്. നിങ്ങൾ ഇപ്പം ഹെയർ ഓയിൽ ബ്രാൻഡ് തുടങ്ങാൻ പോവാണ്. അപ്പം അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അതായത് ഒപ്പീനിയൻസ് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അല്ലേ. യൂസ് ഗൂഗിൾ ടു സീ വാട്ട് പീപ്പിൾ സെർച്ച് ഫോർ. നിങ്ങൾക്ക് ഗൂഗിൾ യൂസ് ചെയ്ത് എന്തൊക്കെയാണ് ആൾക്കാർ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓയിലാണ്, ഇപ്പം ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒത്തിരി സെയിലായി പോകുന്ന പ്രോഡക്റ്റ്സും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ചെക്ക് ഗൂഗിൾ ട്രെൻഡ്സ് ഫോർ പോപ്പുലാരിറ്റി ഓഫ് യുവർ ഐഡിയ. അതായത് നിങ്ങളുടെ ഐഡിയ പോപ്പുലർ ആണോ? അതായത് ഇപ്പം ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഇപ്പം ആർട്ട്, ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ അതൊക്കെ നിങ്ങളുടെ പോപ്പുലാരിറ്റി എങ്ങനെയുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടമാണോ, അതോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് വർക്കാണോ, യുണീക്കാണോ? അതൊക്കെ നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സിൽ കൂടെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ യൂസ് സോഷ്യൽ മീഡിയ പോൾസ് ടു ഗെറ്റ് ഫീഡ്ബാക്ക്. നമ്മളിപ്പം പുതിയൊരു പേജ് തുടങ്ങുക. അപ്പോൾ പുതിയ പേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പേജിൽ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റോറിയിലൊക്കെ സോഷ്യൽ മീഡിയ പോൾസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ തുടങ്ങുവാണ്. അപ്പം നിങ്ങൾക്ക് ഹെയർ ഫോളിൻ്റെ ആണോ, ഹെയർ ഡാൻഡ്രഫിൻ്റെ ആണോ ആയിരിക്കുമോ കൂടുതലിഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ ജോയിൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഇൻ യുവർ നീഷ്. അതായത് നമ്മളിപ്പം ഹെയർ ഓയിലിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അവിടെ ഓൾറെഡി ഹെയർ ഓയിൽ സെല്ല് ചെയ്യുന്ന ആളുകൾ കാണും. അപ്പം അവരെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ പാക്കേജിങ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോത്തിങ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ഒക്കെ എല്ലാത്തിൻ്റെയും ഫേസ്ബുക്ക് ഗ്രൂപ്പ്സും മാർക്കറ്റ് പ്ലേസസും ഉണ്ട്. അതിനകത്തൊക്കെ ഒന്ന് പോയി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ വിസിറ്റ്
ദ ലോക്കൽ മാർക്കറ്റ് ടു സീ വാട്ട് ഇസ് സെല്ലിങ്. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ആൾക്കാർ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്, എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്, അത് നമ്മൾ അറിയണം. ടോക്ക് ടു എ ഫ്യൂ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഡയറക്റ്റ്ലി. നമ്മുടെ ഹെയർ ഫോളൊക്കെ ഉള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ അവരെന്താണ് അതിനെപ്പറ്റി പറയുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. വാച്ച് യൂട്യൂബ് വീഡിയോസ് ഇൻ യുവർ നീഷ്. നമ്മുടെ നീഷിൽ, അതായത് നമ്മളിപ്പോൾ ഹെയർ ഓയിലിനെ പറ്റി പറയുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണുക, നമ്മൾ പഠിക്കുക. ഫോളോ സക്സസ്ഫുൾ ബ്രാൻഡ്സ് ഓൺ ഇൻസ്റ്റഗ്രാം. അതായത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലുള്ള ബ്രാൻഡ്, അതിപ്പോൾ ഹെയർ ഓയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്ന എന്തെങ്കിലും ക്ലോത്തിങ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, അവരെ ഒന്നും ഫോളോ ചെയ്ത് നമ്മളൊന്നും മോട്ടിവേറ്റ് ചെയ്ത് ഇരിക്കുക. ചെക്കൗട്ട് വാട്ട് കോണ്ടൻറ്റ് ഗെറ്റ് മോസ്റ്റ് എൻഗേജ്മെൻറ്റ്. ഏത് കോണ്ടൻറ്റാണ് ഇപ്പോൾ അവരുടെ പേജിൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ചില ഹെയർ ഓയിലിൻ്റെ ബ്രാൻഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കാണിക്കും ഇന്ന ഹെയർ മസാജർ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഹെയർ ഓയിൽ വെച്ച് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഹെയർ സ്റ്റൈലിൽ നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ഹെയർ മാസ്ക് നമുക്ക് നല്ലതായിരിക്കും, ഹോം മെയ്ഡ് മാസ്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ടിപ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ഓർഗാനിക് കോണ്ടൻ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റ് എ സ്മോൾ ബാച്ച് ഓർ സാമ്പിൾ ഓഫ് യുവർ പ്രോഡക്റ്റ്സ്. നമ്മുടെ കുറച്ച് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൊടുക്കുക, അവരുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുക. നോട്ട് വിച്ച് മന്ത്സ് ഓർ സീസൺസ് ഹാവ് ഹൈ ഡിമാൻഡ്. അതായത് ഏത് സീസണിലായിരിക്കും ഹൈ ഡിമാൻഡ് വരിക. ഇപ്പോൾ ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ ആ ഒരു ക്രിസ്മസ് സീസണിലായിരിക്കും വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം ഹെയറിൻ്റെ ആണെങ്കിൽ, ഇപ്പം വർക്കിംഗ് ആളുകളാണെങ്കിൽ വർക്കില്ലാത്ത ടൈമിലായിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹെയർ, വീട്ടിരിക്കുന്ന ടൈമിൽ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഹൈ ഡിമാൻഡുള്ള മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ. റീഡ് ബ്ലോഗ്സ് ഓർ ന്യൂസ് അബൌട്ട് യുവർ ഇൻഡസ്ട്രി. നമ്മളെപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ന്യൂസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. കീപ് അപ്ഡേറ്റിംഗ് യുവർ റിസർച്ച് ആൻഡ് ട്രെൻഡ്സ് ആസ് ട്രെൻഡ്സ് ചേഞ്ച്. അതായത് നമ്മളെപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ട്രെൻഡ്സ് മാറുന്നതനുസരിച്ച്. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിനകത്ത് നമ്മൾ 1000 മിസ്റ്റേക്സിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അണ്ടിൽ ദെൻ ബൈ.